തലനാട് ഹോമിയോ ഡിസ്പെൻസറിയുടെയും എസ്.എൻ. ബാലവാടിയുടെയും പുതിയ മന്ദിരം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. രാജ്യസഭാ MP ആയിരുന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 70 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മന്ദിര നിർമ്മാണം നടത്തിയത്. പരസ്പരം ചോരയൊഴുക്കാനോ ജനങ്ങളെ ഭിന്നിപ്പിക്കാനോ വേണ്ടിയല്ല യഥാർത്ഥ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിന്റെ ആശയങ്ങളും ശക്തിപ്പെടേണ്ടതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കാര്യത്തിലാണ് മത്സരം ഉണ്ടാവേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. നീതിബോധം എല്ലാ പാർട്ടികൾക്കിടയിൽ ഉണ്ടാകണം. നീതിയുടെ കാര്യത്തിലും സത്യം ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിലും ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കാര്യത്തിലും പാർട്ടികൾ തമ്മിൽ മത്സരമുണ്ടാകട്ടെ. പരസ്പരം ചോര ഒഴുക്കാൻ വേണ്ടിയല്ല, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയല്ല, യഥാർത്ഥ രാഷ്ട്രീയവും ആ രാഷ്ട്രീയത്തിൻ്റെ ആശയങ്ങളും ശക്തിപ്പെടേണ്ടതെന്നാണ് എൻ്റെ ബോധമെന്നുകൂടി ഞാൻ വിനീതമായി അറിയിക്കട്ടെ. എല്ലാ അധികാര കേന്ദ്രങ്ങളും എല്ലാ പദവികളും എല്ലാ സ്ഥാനമാനങ്ങളും സത്യത്തിൽ ജനങ്ങളോട് കണക്ക് പറയാൻ ബാധ്യതപ്പെട്ടവരാണ്. അവർക്ക് താഴെയാണ് എല്ലാ പദവികളുമെന്നും നമുക്ക് ബോധ്യമാകുമ്പോഴേ ജനാധിപത്യം എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം നാം മനസ്സിലാക്കുന്നു. ആ വാക്കിൻ്റെ അർത്ഥം ആധിപത്യം ജനങ്ങൾക്കാണെന്നാണ്. പുതിയ മന്ദിരത്തിന്റെ 1-ാം നിലയിൽ അങ്കണവാടിയും 2-ാം നിലയിൽ ഹോമിയോ ഡിസ്പെൻസറിയുമാണ് പ്രവർത്തിക്കുന്നത്. മന്ദിരത്തിന്റെ പൂർത്തീകരണത്തിനായി 9 ലക്ഷം രൂപ തലനാട് പഞ്ചായത്തും അനുവദിച്ചിരുന്നു. തലനാട് ബാലവാടി ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസ് അധ്യക്ഷയായിരുന്നു. തലനാട് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT കുര്യൻ, പാലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാജൻ ചെറിയാൻ, PS ബാബു, CDS സൂപ്പർവൈസർ ആര്യ എന്നിവർ സംസാരിച്ചു. അംഗൻവാടിക്ക് സ്ഥലം വിട്ടു നൽകിയ കുടുംബത്തെ ചടങ്ങിൽ ആദരിച്ചു.